വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വേറൊന്നുമല്ല, ഇച്ചിരി അവിൽ വിളയിച്ചയാണ്. അപ്പോൾ അവിൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് വേണം, കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി. നമ്മുടെ സാധാ അവിൽ വിളയിച്ചത് എങ്ങനെയാണ് അപ്പം അങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ദേ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് പാൻ ചൂടായി വരുമ്പോൾ ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം അതേ ഞാനൊരു 2-3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആ അവിൽ തിന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാൻ, ജസ്റ്റ് ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടുകടല നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. കുറച്ചേ ഇട്ട് കൊടുക്കുന്നോളൂ. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊട്ടുകടല ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയാൽ മതി. ഒരുപാടൊന്നും മൂത്ത് പോകണ്ട. അതിൻ്റെ ഒരു പച്ച ചുവ ഒന്നോട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കോരി എടുക്കുവാണ്. അപ്പം നമുക്കിതിനകത്തോട്ട് നെയ്യിൽ നിന്ന് ഞാൻ പൊട്ടുകടല കോരി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങയും 2-3 ഏലക്കയും കൂടി ചതച്ച് വെച്ചിരുന്ന ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ തേങ്ങ വറുത്തെടുക്കുവാണ്. അപ്പം അതേ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. പിന്നെ അതിൽ പുറത്ത് വേണ്ടിയിട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു കരച്ചിൽ കാരണം എൻ്റെ ഇടുപ്പത്ത് കയറിയിരിക്കുക. അങ്ങനെ നമുക്ക് തേങ്ങ പണ്ടൊക്കെ ഈ അവിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ അണ്ണാച്ചിമാരുണ്ടല്ലോ, പാത്രമൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് വരുന്ന, അലുമിനിയം പാത്രം തലയിൽ ചുമന്നുകൊണ്ട് വരുന്ന അണ്ണാച്ചിമാരുണ്ടല്ലോ, അവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ചണിഞ്ഞ പാത്രവും പൊട്ടിയ പാത്രവും ഒക്കെ എടുത്തിട്ട് നമുക്ക് അവിൽ തരുമായിരുന്നു പണ്ടത്തെ കാലത്ത്. പണ്ടെന്നത് എൻ്റെ കുഞ്ഞിൽ എനിക്കൊരു 7-8 വയസ്സ് വരുന്ന ആ പ്രായത്തിൽ എനിക്ക് ഓർമ്മ. അന്നൊക്കെ അവിൽ കാണുന്നത് അങ്ങനെയാണ് അവിൽ കൊണ്ടുവരുന്നത്. ഇന്നത്തെ പോലെ പാക്കറ്റിൽ അവിൽ കിട്ടത്തില്ലായിരുന്നല്ലോ അന്ന്. അപ്പം ഇപ്പോഴെന്ന് വെച്ചാൽ 400 ഗ്രാമിൻ്റെ വലിയ പാക്കറ്റ് നമുക്ക് കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഇതുപോലെ ഒരു വലിയ നാഴിക്കകത്ത് ഇങ്ങനെ അളന്ന് തരുമായിരുന്നു ഈ അവിൽ. അങ്ങനെ അവിൽ അപ്പം നമുക്ക് അവിൽ ഏത് പരുവ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ശർക്കരപ്പാനിയുടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളമയം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇളക്കിയെടുക്കുന്നത്. ഒരുപാട് മൂത്ത് പോണ്ട. കുഞ്ഞാ വായിക്കൊരു കേക്ക് എടുത്തോണ്ട് കൊടുത്തേ. നമുക്ക് ഇളക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒത്തിരി ഒന്നുമില്ല, ഇവിടെ മധുരം അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. അത് അരച്ച് വെച്ചിരുന്നതാണ്, കുറുക്കി അരച്ച് വെച്ചിരുന്നതാണ്. അത് ഞാൻ ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നല്ലപോലെ നമ്മൾ എത്രത്തോളം ഇതിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുന്നോ അത്ര ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. ഈ ശർക്കരപ്പാനിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഇതിൻ്റെ കൂടെ നല്ല ജീരകം ഇടും. അപ്പം ഞാനിവിടെ നല്ല ജീരകം ഇട്ടിട്ടില്ല. എനിക്ക് ഏലക്കയുടെ ഫ്ലേവറാണ് ഇഷ്ടം. അപ്പം ഞാൻ ഏലക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അവയിട്ട് കൊടുക്കാം. അവിലും നല്ല ചൂട് ചായയൊക്കെ ആയിട്ട് പണ്ട് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും. കാരണം സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് പണ്ട് അത് അവിൽ നനച്ചതൊക്കെ കൂട്ടിയല്ലേ നമ്മൾ കഴിക്കുന്നത്. ചായ കുടിക്കുന്നത് ഈ അവിൽ നനച്ച് വെച്ചിരിക്കുക, ഈ വിളയിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങയിട്ട് പഞ്ചസാരയിട്ട് വെള്ളം ഒഴിച്ചിങ്ങനെ നനച്ച് വെക്കുന്നത് കൊണ്ട് അപ്പം അതിനും കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ അവിൽ വിളയിച്ചെടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് നമ്മുടെ ശർക്കര പാനി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു മണമാണ് ഇതിൻ്റെ ഏലക്കയുടെയൊക്കെ നെയ്യുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്.
ഇത് ഒറ്റനൂൽ പരുവൊന്നും ആയി ശർക്കര അത്ര ഉരുക്കിയെടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഈ അവില് ഭയങ്കര കട്ടിയായിരിക്കും. നമ്മൾ കുറച്ച് ഒന്ന് ആ അവിലിനകത്ത് ആ ശർക്കര ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിട്ട് തോന്നും നമുക്ക്. അവില് കഴിക്കാൻ നേരത്തെ ഇങ്ങനെ ചവച്ചാൽ പൊട്ടാത്ത രീതിയിൽ ചവയ്ക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു കട്ടി പോലെ തോന്നും. അപ്പം അത്രയും പരുവമൊന്നും ആവണ്ട, ജസ്റ്റ് കുറച്ചൊരു വെള്ളമായിട്ടിരിക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അവിലിട്ട് കൊടുക്കാം. ഞാൻ വേണ്ടേ നമ്മുടെ അവിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഒരു 200 ഗ്രാം അവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കാം. അതേ ഞാൻ ഒരു കൈ വെച്ച് ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ട് അവിൽ ഇട്ടതിന് ശേഷം ഇളക്കിയത് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പാത്രം ഒന്ന് തെന്നിപ്പോവും കേട്ടോ. ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു കൈ ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ടാണ്. ഇത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. നല്ലൊരു നെയ്യുടെ മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടുകടലൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ വിളയിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ അവിൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല നെയ്യിൽ വറുത്തെടുത്ത അവിലും കടലയൊക്കെ അതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൂട് ചായ നല്ല കടുപ്പത്തിന് നല്ല അടിച്ച് പതപ്പിച്ച് ചൂട് ചായയായിട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം.